രശ്മി ചേച്ചി എനിക്കാണെങ്കിൽ മറ്റേ ക്വസ്റ്റ്യന് ഇന്നത്തെ ഒന്ന് പറഞ്ഞ രമ്യ ടീച്ചറിന്റെ കേട്ടോ. എനിക്ക് ആരെങ്കിലും ആദ്യം മുതലുള്ള ഒന്ന് നോട്ട് ഇട്ട് തരുവോ? ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon. Good afternoon. Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? Level of care. Primary care. Size large hospital വരെ. ലെവൽ ഓഫ് കെയർ പ്രൈമറി കെയർ കഴിഞ്ഞല്ലേ? അല്ലേ? പ്രൈമറി കെയർ എടുത്തില്ലേ? Yes, ma'am. എടുത്തു. സെക്കൻഡറി കെയർ തൊട്ടാ പറയണ്ടേ. അപ്പൊ എല്ലാവരും വായിച്ചൊക്കെ കഴിഞ്ഞോ? വായിച്ചോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ വായിച്ചിട്ട്? മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഓക്കെ. അപ്പോ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും കൂടി പറഞ്ഞ ഡിസ്റ്റർബൻസ് വരുന്ന കാരണം ഞാൻ പറയുന്ന ഒരാള് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതിന് ശേഷം ഞാൻ പറഞ്ഞു തരും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക? ഓൾ മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പറയുന്ന ആൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ഓക്കെ. ആളുടെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിൽ വായിക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റെഡി അല്ലേ? റെഡിയാണോ? ആണ്. ഓക്കെ. അപ്പോ ഹർഷ ഉണ്ടോ? Yes, ma'am. ഹർഷ മോളെ സെക്കൻഡറി കെയർ ഒന്ന് വായിക്കുക കേട്ടോ. വായിച്ചിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. Okay. This is a hospital that offers medical care which is one level higher than primary care. Such hospitals will offer treatments such as general surgery, non-complex specialty surgeries, basic intensive care, clinical, producer, cesarean delivery, etc. In government system, community health center, CHC and divisional district hospital are considered as secondary care level hospital. Secondary care hospital have better resources than primary hospital and can handle a large number of emergency cases. Most of the small and medium-sized private hospitals described in earlier section generally offer secondary care. ഓക്കെ. എന്താ മനസ്സിലായ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഹർഷ. ഇത് പറയുന്നത് മനസ്സിലായ കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയില്ലേ വായിച്ചു കഴിഞ്ഞിട്ട്? ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ പറയാം. ഹർഷ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നുണ്ടല്ലേ, എല്ലാവരും മൈൻഡിൽ റീഡ് ചെയ്യുന്നു വിചാരിക്കുന്നു കേട്ടോ. എന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറയുമ്പോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി കേട്ടോ. അതുവരെ എന്ത് ചെയ്യരുത്, ഓൺ ചെയ്യരുത് കേട്ടോ. ഓക്കെ. അപ്പോ ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പ്രൈമറി കെയർ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി എന്താണ്
കെയർ കൂടുതൽ കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ആണ് എന്ത് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി കെയർ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി ലെവല് കൂടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് എവിടെ കൊടുക്കുന്നത്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റലില് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ ജനറൽ സർജറീസ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് വന്നെന്ന് വിചാരിക്കാം, എന്ത് ചെയ്യും ഇവിടെ ഈ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും, ആ ആക്സിഡന്റിനെ പറ്റിയിട്ടുള്ള സർജറി എന്ത് ചെയ്യും, അവിടെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ്. ഓക്കെ, അതായത് അധികം പ്രശ്നങ്ങളില്ലാത്ത രോഗങ്ങൾ ഉണ്ടാവുമല്ലോ, അത്ര സങ്കീർണമല്ലാത്ത, അതായത് മാരകമല്ലാത്ത രോഗങ്ങൾക്കുള്ള സർജറീസ് എന്ത് ചെയ്യും അവിടെ ചെയ്യും. ചാപ്റ്റർ നമ്പർ എത്രയാണ്? ചാപ്റ്റർ നമ്പർ ചാപ്റ്റർ 4 ആണ് കേട്ടോ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ ചാപ്റ്ററിന്റെ ബാലൻസ് ആണ് ഈ പറയുന്നത്, അതോ പുതിയ ചാപ്റ്റർ ആണോ മേഡം? പുതിയ ചാപ്റ്റർ ഒന്നല്ല, ലെവൽ ഓഫ് കെയറില് പ്രൈമറി കെയർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, അതിന്റെ കണ്ടിന്യൂഷൻ എന്നിട്ട് വരുന്നേ. ശരണ്യ മാമല്ലേ? ഞാൻ ശരണ്യ അല്ലട്ടോ, അശ്വതിയാണ്. ഓക്കെ ഓക്കെ. എന്താ എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് ക്ലാസിഫിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാലൻസ് ആണ് ഇന്ന് എടുക്കുന്നത്. ഓക്കെ, ക്ലാസ്സിലൊന്നും കേറാറില്ലേ? ക്ലാസ്സിൽ കേറാറില്ലേ റംലയൊക്കെ? കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നില്ല അല്ലേ? മാം കഴിഞ്ഞ ആഴ്ചയാണ് അടുത്തേ. ഞാനിത് കഴിഞ്ഞ വീക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് കെയർ കംപ്ലീറ്റ് ആയി, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ അത് കംപ്ലീറ്റ് ആയി. അതിനുശേഷമാണ് ഈ ഒരു ചാപ്റ്റർ എടുത്തത് കേട്ടോ. ഓക്കെ, അല്ല മാമിന്റെ ക്ലാസ് കയറില്ല എന്നറിയാനോ, ഞാൻ ഫസ്റ്റിലുണ്ടായില്ലേ മാം? ഞാൻ ഉണ്ടായിരുന്നല്ലോ, എന്റെ 2 ക്ലാസ് വരുന്നുണ്ട്, ചൊവ്വ വ്യാഴം. ഓക്കെ ഓക്കെ. നോട്ടുമ്പോ മാമിന്റെ പേര് എഴുതി വെച്ചത്, അതാണ് പേര് ചോദിച്ചേട്ടോ. ഓക്കെ അശ്വതി കേട്ടോ. അപ്പോ ജനറൽ സർജറീസ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അധികം പ്രശ്നങ്ങളില്ലാത്ത എന്താ പറയാ സർജറീസും, അധികം പ്രശ്നങ്ങളില്ലാത്ത രോഗങ്ങൾക്കുള്ള സർജറികളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയർ. ഇപ്പോ ആരെങ്കിലും പെട്ടെന്നൊരു ശ്വാസം മുട്ട ആയിട്ട് വന്നെന്ന് വിചാരിക്കുക, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ആയിട്ട് വന്നെന്ന് വിചാരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ICUവിന്റെ പരിചരണം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ICU പ്രൊസീജിയർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ പിന്നെ സിസേറിയൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഡെലിവറീസ് നടക്കുന്നുണ്ട്. നമ്മൾ നോർമൽ ഡെലിവറി കണ്ടത് പ്രൈമറി കെയറിലാണ് അല്ലെ, എന്നാൽ സെക്കൻഡറി കെയറിലേക്ക് വരുമ്പോ എന്താണ്, സിസേറിയൻ നടത്തുന്നുണ്ട്. ഓക്കെ, സിസേറിയൻ അവിടെ നടത്തുന്നുണ്ട്. ഇനി ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നോക്കിക്കാണുവാണെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അതായത് PHCയും അതുപോലെ തന്നെ ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുമാണ് സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, CHC എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്, അതായത് ജില്ലാ തല ആശുപത്രികൾ. നമ്മുടെയൊക്കെ ജില്ലയിൽ ഓരോ ആശുപത്രികൾ ഉണ്ടാവും അല്ലെ, ആ ഹോസ്പിറ്റലിൽ. ക്ലിയർ ആവുന്നില്ല എനിക്ക്. ക്ലിയർ ആവുന്നില്ലേ? എല്ലാവരും മ്യൂട്ട് ആണല്ലോ. അല്ല ഇവിടെ മഴ അവിടുത്തെ പ്രശ്നം കാരണമായിരിക്കും കേട്ടോ. ബാക്കി ആരും ഓഡിയോ ഓണൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ, അത് അവിടുത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു നിർത്തിയത് ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്താണെന്ന്. അതായത് ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ താഴെയുള്ള ഹോസ്പിറ്റൽ. ഓക്കെ, നമ്മുടെ ജില്ലാതല ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചും കൂടി എന്താണ് എന്താ പറയാ, കുറച്ചും കൂടി ലെവല് കൂടിയ തരത്തിലുള്ള ഹോസ്പിറ്റലാണ്. എന്നാൽ ഡിവിഷണൽ എന്ന് പറയുമ്പോൾ അതിനേക്കാളും താഴ്ന്ന തലത്തിലുള്ളത്, എന്നാല് നമ്മുടെ CHSനേക്കാളും എന്താണ് കുറച്ചും കൂടി മുന്തിയത്, അതായത് ഉയർന്നു നിൽക്കുന്നത് കേട്ടോ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി താഴെ, എന്നാൽ CHSനേക്കാളും കുറച്ചും കൂടി
മുകളിൽ നിൽക്കുന്നതാണ് എന്ത് ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോ ഈ 3 എണ്ണമാണ് CHC, ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആണെന്ത് സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്ന പോലെയാണോ CHC താലൂക്ക് ആശുപത്രി കേട്ടോ. CHC ആണ് താലൂക്ക് ഹോസ്പിറ്റൽ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ പ്രൈമറി ഹോസ്പിറ്റലിനേക്കാളും എന്താ പറയാ ധാരാളം ആളുകൾ എവിടെ വരുന്നുണ്ട്, ഈ ഒരു സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ വരുന്നുണ്ട്. ധാരാളം ആളുകൾക്ക് അറ്റ് എ ടൈം എന്താണ് കെയർ കൊടുക്കാനായിട്ട് ആർക്ക് സാധിക്കും, സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിന് സാധിക്കും. ഒരേ സമയത്ത് തന്നെ ധാരാളം ആളുകൾ എന്ത് ചെയ്യാൻ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിന് സാധിക്കും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മുടെ പണ്ട് കാലത്തൊക്കെ എന്താണ് സ്മോൾ ഹോസ്പിറ്റലും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലും ഒക്കെ എന്താണ് സെക്കൻഡറി കെയർ കൊടുത്തിരുന്നു എന്ന് എന്താണ് പറയപ്പെടുന്നുണ്ട് കേട്ടോ പണ്ട് കാലത്തൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത് സെക്കൻഡറി കെയറിലുള്ളത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ളത് പ്രൈമറി കെയറിനേക്കാളും കൂടുതൽ കെയർ എവിടെ കൊടുക്കുന്നുണ്ട്, ഈ ഒരു സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡിവിഷണൽ ഹോസ്പിറ്റലിന്റെ ഒരു എക്സാമ്പിൾ പറയൂ. ഒരു ഹോസ്പിറ്റല് ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി താഴെയുള്ള ഹോസ്പിറ്റൽ. പെട്ടെന്ന് എനിക്കൊരു എക്സാമ്പിൾ കിട്ടുന്നില്ല. സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റലിന്റെ അത്രയും തന്നെ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാവില്ല. അതില് ഗവൺമെന്റ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉൾപ്പെടോ? ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് കേട്ടോ. നമ്മൾ ഗവൺമെന്റ് തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, പ്രൈവറ്റിന് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പൊ മാം ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിനെക്കാട്ടിലും കുറച്ചുകൂടെ ഫെസിലിറ്റി ഉള്ളതും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനെക്കാട്ടി ഫെസിലിറ്റി കുറവുള്ള ആ ഹോസ്പിറ്റൽ അല്ലേ ഈ പറഞ്ഞ ഡിവിഷണൽ ഹോസ്പിറ്റൽ? അതെ തന്നെ CHSനേക്കാളും കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്നത്, എന്നാല് ഡിസ്ട്രിക്റ്റിന്റെ അത്രയും എന്ത് കൊടുക്കുന്നില്ല, കെയർ കൊടുക്കുന്നുമില്ല. ആ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മതി, നോക്കി വെച്ചാൽ മതി കേട്ടോ. കൂടുതലും അങ്ങനെ വരാറില്ല. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുന്നത് എക്സാംസിലേക്ക് കേട്ടോ. നിങ്ങളുടെ പരീക്ഷകളില് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് കൂടുതലും പ്രാധാന്യമുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ സർജറീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബേസിക് ഇന്റൻസീവ് കെയർ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ എക്സാമ്പിൾ വരുന്നത് CHC വരുന്നുണ്ട്. ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ എന്തിനു വരുന്നതാണ്, ഈ ഒരു സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ടെർഷറി കെയർ. അഞ്ജന ഒന്ന് വായിച്ച മോളെ. അഞ്ജന. മാം ഞാനാണോ? അതെ അഞ്ജന CJ. Tertiary care. These are hospitals with most advanced level of care. Generally, they offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. Tertiary care hospitals will have most advanced equipment and doctors' level of qualification and expertise. The operation theaters and ICU of such hospitals will typically be state-of-art government system. The medical college hospitals are tertiary care level. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ അഞ്ജന. These are hospitals with most advanced level of care. ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കിട്ടുന്ന ഹോസ്പിറ്റൽസ് ആണ് ടെർഷറി കെയറിലുള്ളത്. സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആണ് ഇവിടെ കൊടുക്കുന്നത്. സ്പെഷ്യലി കാർഡിയാക്, ന്യൂറോ, കാർഡിയാക് ഹൃദയത്തിന്റെ, ന്യൂറോ ബ്രെയിൻ, നെഫ്രോ ചെവി ആണോ, ചെവിയല്ലേ, കിഡ്നി, സോറി കിഡ്നിയുടെ, ക്യാൻസർ എക്സെട്ര ഈ ഫീൽഡിലൊക്കെ ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആണ് കൊടുക്കുന്നത്. ടെർഷറി കെയർ ഹോസ്പിറ്റൽ വിൽ നോട്ട് ഹാവ് മോസ്റ്റ് അഡ്വാൻസ് എക്യുപ്മെന്റ്സ്. മോസ്റ്റ് അഡ്വാൻസ് എക്യുപ്മെന്റ്സ് ഇതിലില്ല.
ഉണ്ട് മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് ഈ ഹോസ്പിറ്റലുണ്ട്. ആൻഡ് ഡോക്ടേഴ്സ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. എക്സ്പെർട്ട് ക്വാളിഫിക്കേഷൻ ഉള്ള ഡോക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഓപ്പറേഷൻ തിയേറ്റേഴ്സും ICUവും എല്ലാം ഈ ഹോസ്പിറ്റലിലുണ്ട്. സ്റ്റേറ്റ് ലെവലിലും ഗവൺമെന്റ് സിസ്റ്റം ഉണ്ട്. ഗവൺമെന്റ് സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജ് ആണ് ടെർഷറി കെയറിൽ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇനി ഹോസ്പിറ്റലിൽ ജോലിയൊക്കെ കിട്ടിക്കഴിയുമല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു സെമിനാർ ഒക്കെ നിങ്ങൾ അവിടെ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് ചിലപ്പോൾ വായിക്കാനൊക്കെ പറയും. ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടൊക്കെ വേണമെങ്കിൽ എന്താ പറയാ ഒരു 1 പേജ് അല്ലെങ്കിൽ 2 പേജ് ഒക്കെ ഒരു പ്രൊജക്ട് പോലെയോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് സാധാരണ. പിന്നെ എക്സാംസ് ഒക്കെ നടക്കുക നിങ്ങളുടെ പ്രൊമോഷൻ പീരീഡിലൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രൊമോഷൻ ഒക്കെ നടക്കാറുണ്ട്. അതിന് എക്സാംസ് ഒക്കെ നടക്കും. അപ്പൊ ഇങ്ങനെ വായിച്ച് ഇപ്പൊ സെമിനാറിനായാലും ഇങ്ങനെ വായിച്ചപ്പോൾ ഒരു ശീലം ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് അവിടെ ചെന്നിട്ട് കോൺഫിഡൻസോടെ വായിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് അറിയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങളോട്, അതൊക്കെ നിങ്ങൾ മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എക്സാംസിനും കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ കിട്ടും. ഓക്കെ. അപ്പൊ ഇന്ന സ്കോർ ഉള്ളവരൊക്കെ എന്താവും, പ്രൊമോഷൻ ആവും. ഓക്കെ. പിന്നെ ഇൻക്രിമെന്റ് കിട്ടും, ക്രെഡിറ്റ് ആവും നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ ഡിസ്റ്റർബൻസ്, ചില ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരാളെ കൊണ്ട് വായിപ്പിക്കുന്നത് കേട്ടോ. എന്തായാലും ഞാൻ വായിപ്പിക്കും, അങ്ങനെയാ ക്ലാസ് പോവുക. വായിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് വായിപ്പിക്കുന്നത് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ മാം. മാം ഈ ടെറിഷ്യറിയുടെ മീനിങ് എന്താ മാം? നമ്മളെ ടെറിഷ്യറി എന്ന് പറഞ്ഞാൽ തൃതീയ തലം, തൃതീയ എന്നാണ് പറയുന്നത്. പ്രൈമറി എന്ന് പറയുമ്പോ എന്താ, പ്രാഥമിക. സെക്കൻഡറി എന്ന് പറയുമ്പോ എന്താ, ദ്വിതീയം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നൊക്കെ പറഞ്ഞ ടെർഷറി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോ പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രാഥമികം, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ദ്വിതീയം, ടെർഷറി എന്ന് പറഞ്ഞാൽ തൃതീയം. അങ്ങനെ 3 ലെവലാണ് കേട്ടോ. ഓക്കെ. അപ്പോ അഞ്ജന പറഞ്ഞത് ടെറിഷറി കെയർ ആണല്ലേ വായിച്ചത്. അപ്പൊ ടെറിഷറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് നമുക്കറിയാം അല്ലെ, അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടുന്നത് അതായത് അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റലാണ് അത് ടെറിഷറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആണ് കൊടുക്കുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ അതായത് നല്ല രീതിയിലുള്ള, ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടും എന്ത് ചെയ്യില്ല, റെഫർ ഔട്ട് ചെയ്യാനായിട്ടുള്ള ഇടം നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്താ, എല്ലാ തരത്തിലുമുള്ള ഫെസിലിറ്റീസ് എവിടെയുണ്ട്, ഈ ഒരു ടെർഷറി കെയർ ഹോസ്പിറ്റൽസിൽ ഉണ്ട്. അത് എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ആയിക്കോട്ടെ, സ്റ്റാഫുകൾ ആയിക്കോട്ടെ, മെഡിസിൻസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തിനു നമുക്ക് പോകണ്ട, പുറത്തോട്ട് നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോ അത്രയും നല്ല രീതിയിലുള്ള ഒരു കെയർ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്, ടെർഷറി കെയർ ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രവർത്തിക്കുക. ഓക്കെ. മറ്റേ 2 സ്ഥലത്ത് എന്ത് കണ്ടില്ല, നമ്മൾ ഇത്ര തരത്തിലുള്ള ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകൾ കണ്ടില്ല അല്ലെ, പ്രൈമറി കെയറിലും സെക്കൻഡറി കെയറിലും. എന്നാൽ ടെർഷറി കെയറിൽ വരുമ്പോൾ ഓരോ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോ ഹൃദയമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടുമായിട്ട് എന്തെങ്കിലും ഡിസീസ് നമുക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, കാർഡിയാക്ക് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടെയാ ചെല്ലേണ്ടത്, നമ്മള് ആ കാർഡിയാക്ക് വിഭാഗവുമായിട്ട് എന്ത് ചെയ്യണം, കോണ്ടാക്ട് ചെയ്യണം അല്ലെ. അവിടെയുള്ള ട്രീറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്നത്. ഇനി ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ, ന്യൂറോയിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലണം. ഇനി കിഡ്നി സംബന്ധമായിട്ടുള്ള, വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മള് നെഫ്രോ ഡിപ്പാർട്ട്മെന്റിൽ പോകണം. അതുപോലെ തന്നെ ക്യാൻസർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ. അപ്പോ അങ്ങനെ നമ്മുടെ എന്താണ് നമുക്ക് പ്രശ്നം വരുന്നത്, ആ രോഗം എന്താണോ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മളെ വിടുന്നത്. എവിടെ, ടെർഷറി കെയർ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെയുള്ള എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ധാരാളം എക്യുപ്മെന്റ്സ് ഉണ്ട്.
എന്താ പറയാ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിൽ. ഓക്കെ, ഇപ്പോ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്താണ് ഡിഗ്രി ഒക്കെ എടുത്ത് അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ നാട്ടില് ടെർഷ്യറി കെയർ വന്ന് എന്ത് ചെയ്യുന്നത് ആളുകളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ചികിത്സ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാകും ചില ഡോക്ടർമാരുടെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവരുടെ ബോർഡ് ശ്രദ്ധിച്ചാൽ മതി, അവരുടെ പേരുണ്ടാവും അല്ലെ. ഇപ്പൊ ഡോക്ടർ സന്തോഷ് എന്നായിരിക്കും പേര്, MBBS, MD അങ്ങനെ പറഞ്ഞ കുറെ ക്വാളിഫിക്കേഷൻ ഉണ്ടാകും. അതുകൂടാതെ ഏതെങ്കിലും ഒരു PGയോ MDയോ ചെയ്തിട്ട് ബ്രാക്കറ്റില് ഓസ്ട്രേലിയന്നോ USA എന്നോ കാനഡയോ എന്നൊക്കെ എന്തിട്ട് എഴുതിയിട്ടുണ്ടാവും, ആ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ് ഇവിടെ കെയർ കൊടുക്കുന്നത്, ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിൽ നമുക്ക് കെയർ തരുന്നത്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാ മനസ്സിലാക്കി ഒന്ന് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ എവിടെ ഉണ്ടാകും? ഈ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഓക്കെ, അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ICU ഉണ്ടാവും, നല്ല രീതിയിലുള്ള, അതായത് കുറച്ചും കൂടി മെച്ചപ്പെട്ട ICU സംവിധാനമൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഹോസ്പിറ്റലില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജുകളാണ് ടെർഷ്യറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അല്ലെ. എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമ്മളെ കൊണ്ടുപോകുമല്ലോ. അതായത് തൊട്ടടുത്തുള്ള ചിലപ്പോ PHCയിലായിരിക്കും ആദ്യം കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവിടെ നിന്ന് റെഫർ ഔട്ട് ചെയ്ത് CHCയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നാണ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോവുക? ഈ ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ഔട്ട് ചെയ്യുക. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ഭീമമായിട്ടുള്ള തുകയൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് താങ്ങാനായിട്ട് പറ്റില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജുകളാണ്. ഓക്കെ, മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള, അതായത് നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റീസ് ആണ് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഉള്ളത്. ഓക്കെ, അതായത് അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ട് അവിടെ. ഇവിടെ പറയുന്നുണ്ട് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം, അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ് ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ. അതിനെയാണ് ഇവിടെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാല് അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ് എന്ത് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജ് ഒക്കെ. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ധാരാളം ഡോക്ടർമാരുണ്ട്, അവിടെ ഫെസിലിറ്റീസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള രോഗമായിട്ട് പെട്ടെന്നൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാല് എങ്ങോട്ട് സജസ്റ്റ് ചെയ്യും? നമ്മള് സാധാരണക്കാരാണെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ അങ്ങോട്ട് എന്ത് ചെയ്യും, നമുക്ക് റെഫർ ഔട്ട് ചെയ്യും, അങ്ങോട്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ഔട്ട് ചെയ്യും. അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ചികിത്സ കിട്ടും, നമ്മൾ എന്ത് ചെയ്യും, ബെറ്റർ ആയിട്ട് തിരിച്ചു. ഓക്കെ, കൂടുതലും പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലുകളില്, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളില് ബെഡിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ലോ ആണ്. അതുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ഔട്ട് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇപ്പൊ നമ്മള് നമ്മളിപ്പോ മെഡിക്കൽ കോളേജിൽ ചെന്നു, അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ആശുപത്രികളിലൊക്കെ ചെന്നെന്ന് വിചാരിക്കാം. അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം, ഇപ്പൊ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും എന്താണ് നല്ല രീതിയിലുള്ള കെയർ ആണ് നമുക്ക് കിട്ടുന്നത്, ധാരാളം ഡോക്ടേഴ്സ് ഉണ്ട്. എറണാകുളം മെഡിക്കൽ കോളേജ് എന്നൊക്കെ എറണാകുളം ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി കേട്ടോ, ജില്ലാ ആശുപത്രി എന്നൊക്കെ പറഞ്ഞാല് നല്ല രീതിയിലുള്ള എന്താ പറയാ ധാരാളം ശസ്ത്രക്രിയകളും മറ്റുമൊക്കെ നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. എന്നിരുന്നാൽ കൂടി ആളുകളെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു സെറിബ്രൽ ഹെമറേജ്, പ്രഷർ കൂടി ആള് തലറങ്ങി വീഴില്ലേ, അപ്പൊ ഉള്ളിൽ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവാം, ആൾക്ക് ഉണ്ടാവുന്നത് സെറിബ്രൽ ഹെമറേജ് ആണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ കൊണ്ട് ചെല്ലുവാണെങ്കിൽ ചിലപ്പോൾ എന്ത് പറ്റില്ല, ബെഡിന്റെ അവൈലബിലിറ്റി അവിടെ കുറവായിരിക്കുള്ളൂ.
ഓക്കെ, അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. നിങ്ങളിപ്പോ ചിലപ്പോൾ റിസപ്ഷനിലാവാം, അല്ലെങ്കിൽ ICU കോർഡിനേറ്റർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒരു റൂം ഉണ്ടാകും, അതിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റം തന്നിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ബെഡിന്റെ അവൈലബിലിറ്റി എത്ര ഉണ്ടെന്നാ നോക്കുക. അവരെവിടെ ഇൻഫോർമേഷൻ തരും. എല്ലാ ദിവസവും എന്ത് നോക്കണം, ബെഡിന്റെ അവൈലബിലിറ്റി എത്രയാണ് നമ്മൾ നോക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ബെഡ് അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളുടെ പ്രധാന പോരായ്മയാണത്, ബെഡ് അവൈലബിലിറ്റി ഇല്ല എന്നുള്ളത് കേട്ടോ. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് കേട്ടോ. ഓക്കെ, മനസ്സിലായോ ടെർഷറി കെയർ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് കേട്ടോ. ആരെ വായിക്കാം? ഷഹാന. Clinical specialties. Hospital can also clinical specialty they offer. For a hospital offer. കേൾക്കുന്നില്ല ഷഹാന? വേറെ ആരെങ്കിലും വായിക്കുന്ന? ടൈം പോവാ. വേറെ ആരാ വായിക്കാ? ജയശ്രീ. Hospitals can also be classified on the basis of clinical specialty they offer. For example, hospitals which offer cardiac care are classified as cardiac hospitals, which provide cancer care are classified as onco hospital. A hospital can offer one or more specialty, namely single specialty or multi-specialty hospital. Also, depending upon the specialty that a hospital offers, the type of resources and organization is determined. For example, a cardiac hospital will need a cath lab and a cardiac ICU, while an onco hospital will require radiation therapy unit. Ma'am, അതിന്റെ ഫസ്റ്റത്തെ ഒന്ന് കാണിച്ചു തരും. ഹോസ്പിറ്റൽസ് ക്യാൻ ഓൾസോ ക്ലാസിഫൈഡ്, എന്താ പറയുക, അതിൻ്റെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, അതിൻ്റെ ഓരോ സ്പെഷ്യാലിറ്റിയുടെ അടിസ്ഥാനത്തിലും ഹോസ്പിറ്റൽസ് കെയർ ഓഫർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹോസ്പിറ്റൽ കാർഡിയാക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർഡിയാക് കെയറിനുള്ളത് കാർഡിയാക് ഹോസ്പിറ്റൽ എന്നും ക്യാൻസറിൻ്റെ സ്പെഷ്യലൈസേഷനുള്ളത് ഓങ്കോ ഹോസ്പിറ്റൽ എന്നും പറയണം. അതിന് ഒരു ഹോസ്പിറ്റലിൽ ഒന്നോ അതിലധികമോ സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും. അത് ഒന്നോ അതിലധികമോ ആണെങ്കിൽ സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും ഒന്നോ അതിലധികമോ ഉള്ളതിനെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും പറയുന്നു. പിന്നെ ഓരോ ഹോസ്പിറ്റലും സ്പെഷ്യാലിറ്റി ദാറ്റ് ഹോസ്പിറ്റൽ ഓഫേഴ്സ് സ്റ്റാറ്റസ് ഡിറ്റർമൈൻഡ്. അതെനിക്ക് മനസ്സിലായില്ല മാഡം. ഓക്കെ, മനസ്സിലാവാത്ത പറയണ്ട. ഓക്കെ ഓക്കെ, അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ നമ്മള് ഇത്രയും നേരം പറഞ്ഞത് കെയറിന്റെ അടിസ്ഥാനത്തിൽ എത്രയായിട്ട് തിരിച്ചു എന്നാണ് അല്ലെ. പ്രൈമറി കെയർ പറഞ്ഞു, നമ്മള് സെക്കൻഡറി കെയർ പറഞ്ഞു, പിന്നീട് ഇപ്പോ ടെർഷ്യറി കെയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇതൊക്കെ. ഇനിയുള്ളത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഹോസ്പിറ്റലുകളെ നമ്മൾ തിരിക്കാൻ നോക്കാം. ഹോസ്പിറ്റലിനെ എന്താ പറയാ, നമ്മള് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിലാണെങ്കിൽ ഹോസ്പിറ്റലില് നമ്മളെ എല്ലാവരും മ്യൂട്ടാണ് കേട്ടോ. അഞ്ജു, നെൽസൺ, റംസിയ ക്ലിയർ ആകുന്നില്ല. നിങ്ങളുടെ ഇവിടെ മഴയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോ നെറ്റ് ഇഷ്യൂന്റെയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. എല്ലാവരും മ്യൂട്ടാണ് കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, ഒന്നും കൂടി കട്ട് ചെയ്ത് കയറാൻ നോക്ക് കേട്ടോ. ലീവായിട്ട് ഒന്നും കൂടി കയറാൻ നോക്ക്.
അപ്പൊ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ, അതായത് കാർഡിയാക് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ നമുക്ക് കാർഡിയാക് കെയർ ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് എന്താണ് അവര് എന്താ പറയാ, പെട്ടെന്ന് അവരെ കൊണ്ടുപോകുന്നത്, പെട്ടെന്നല്ല, എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചികിത്സ അവർക്ക് വേണമെങ്കിൽ, ഓക്കെ, അതായത് അവരുടെ എന്താ പറയാ ഹാർട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ് ഉള്ളതെങ്കിൽ, കുറച്ചും കൂടി അതിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതിനു വേണ്ടി മാത്രം ഹോസ്പിറ്റലുകൾ ഉണ്ട്. ഇപ്പൊ കാർഡിയാക്കിന്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കാർഡിയാക് ഹോസ്പിറ്റലിൽ ചെല്ലാം. അതുപോലെ തന്നെ ക്യാൻസർ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് തിരിക്കാം. ഓക്കെ, ക്യാൻസർ കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് തിരിക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള എന്താ കാണാൻ പറ്റുന്നുണ്ടോ? മാം എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഇല്ല, പറ്റുന്നില്ല, സ്ക്രീൻ കാണുന്നില്ല. ഞാൻ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യോ? ഒന്നും കൂടി ഒന്ന് സ്ക്രോള്, ഒന്ന് ഇതാണോ ഈ സ്ക്രീൻ ആണോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ലീവ് ആയിട്ട് ഒന്നും കൂടി കയറി നോക്കട്ടെ, ജോയിൻ ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ട് അല്ലെ, പലതരത്തില് ക്യാൻസർ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്യാൻസറിന് വേണ്ടി മാത്രം എന്തുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിനെ നമ്മൾ ഓങ്കോ ഹോസ്പിറ്റൽ എന്നാണ് പറയുക. അപ്പോ അതുപോലെ തന്നെ ഹോസ്പിറ്റല് അവർ കൊടുക്കുന്ന കെയറിന്റെ അടിസ്ഥാനത്തില്, എന്തൊക്കെയാണ് കെയർ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തില് സ്പെഷ്യാലിറ്റി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും ആരെ തിരിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മ പോകുന്നത് കണ്ണ് ഡോക്ടറുടെ അടുത്ത് ആയിരിക്കും അല്ലെ, ഒഫ്താൽമോളജിസ്റ്റിന്റെ അടുത്താണ് നമ്മ പോവുക. കുറച്ചും കൂടി ടെസ്റ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എവിടെ പോകും, നമ്മള് ഐ ഹോസ്പിറ്റലിൽ പോകും അല്ലെ. അപ്പൊ ആ ഒരു ഐ ഹോസ്പിറ്റലില് അതുമായി ബന്ധപ്പെട്ട, നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ഡോക്ടേഴ്സ് ഉണ്ടാവും. ആ ഡോക്ടർമാര് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, ആ ഐ ഹോസ്പിറ്റലിൽ ഉണ്ടാവുള്ളൂ. അതിനെയാണ് എന്ത് പറയുന്നത്, സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക് സിംഗിൾ സ്പെഷ്യാലിറ്റി? ഓക്കെ, ഇനി നമുക്ക് നേരെ മൾട്ടി സ്പെഷ്യാലിറ്റി. മോളെ ഐ ക്ലിനിക് ഉണ്ടല്ലോ, ഇപ്പൊ കണ്ണിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു മോൾക്കെന്ന് വിചാരിക്കുക, നേരെ പോവുക എവിടെയാ, കണ്ണാശുപത്രിയിലല്ലേ പോവുക അല്ലേ. കണ്ണാശുപത്രിയിൽ പോയി കഴിയുമ്പോൾ എന്താ, പല ഡോക്ടർമാരെ അവിടെ നമുക്ക് കാണാൻ പറ്റും. പല ഡോക്ടർമാരെന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണ് ഡോക്ടർമാരാണ് അവിടെ ഇരിക്കുന്നത് മൊത്തം. അതിനെയാണ് എന്ത് പറയുന്നത്, സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു രോഗത്തിന് തന്നെ പല ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാനിരിക്കുന്നു. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണിത് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ക്ലിയർ ആണോ? ഇപ്പോ ഐഷത്തുൽ ഫൈറൂസ ക്ലിയർ ആണ്. ഇനി നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റിയിലേക്ക് പോകാം. മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല രോഗങ്ങൾക്ക് പല ഡോക്ടർമാര് പല ട്രീറ്റ്മെന്റുകൾ, അതാണ് എന്ത്, മൾട്ടി സ്പെഷ്യാലിറ്റി. ഓക്കെ, അവിടെ പല രോഗികൾ വരും, പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും, ഡിപ്പാർട്ട്മെന്റുകളിൽ പല ഡോക്ടർമാരും ഉണ്ടാവും. എന്താ പറയാ, ക്യാൻസറിനുള്ള ചികിത്സ ഉണ്ടാവും, അതുപോലെ കാർഡിയാക്, നെഫ്രോ, ന്യൂറോ, അതിനെയാണ് എന്ത് പറയാ, മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയാം. അതും ക്ലിയർ ആയോ? ആണ്, രണ്ടിലും ഡൗട്ടില്ലല്ലോ. ഇനി മൂന്നാമത്തേത് ഏതാ പറഞ്ഞത് ഞാൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി. ഓക്കെ, സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർത്തോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ, നമ്മുടെ എല്ല് രോഗവിഭാഗം അല്ലെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കാം. ആ ഓർത്തോയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്താ,
റംസിയക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് കേൾക്കാത്തത്. ഓക്കെ, ഓർത്തോയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്താണ്, നമുക്കിപ്പോ കാലിന്റെ മുട്ടിന് വേദനയാണെന്ന് വിചാരിക്കാം, ഭയങ്കരമായിട്ടുള്ള വേദനയാണ്, കുറെ നാളായിട്ട് വേദനയുണ്ട്. അപ്പൊ ഡോക്ടർ പറയാണ്, അതായത് നമ്മൾ ആദ്യം ഒരു എന്താ പറയാ, നമ്മളൊരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് ചെന്നതെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ റെഫർ ഔട്ട് ചെയ്യുന്നത് ഈ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക്. അപ്പോ നമ്മൾ ആ ഒരു എല്ലിന്റെ ഹോസ്പിറ്റലാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോ മുട്ടുവേദനയാണല്ലോ. അപ്പൊ മുട്ടുവേദനയായിട്ട് ചെല്ലുമ്പോൾ മുട്ടു മാറ്റി വെക്കാനാണ് പറയുന്നവര്. ആ ഡോക്ടർ പറയുന്നത് മുട്ടു മാറ്റി വെക്കാനാണ്, അതായത് ബോൺ റീപ്ലേസ്മെന്റ് ആണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ടാവും, ബോൺ റീപ്ലേസ്മെന്റിന് മാത്രം. അതുകൂടാതെ അതിനു വേണ്ടിയിട്ട് ഡോക്ടർമാരുണ്ടാവും, നഴ്സുമാരുണ്ടാവും. അങ്ങനെ ഇനി എനിക്ക് പുറത്ത്, അതായത് എന്റെ ബാക്കിലെ വേദന എന്ന് വിചാരിക്കാം, നട്ടലിന്റെ ഭാഗത്ത് വേദന എന്ന് വിചാരിക്കാം, ഞാൻ ഇതുമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. ഓക്കെ, അപ്പൊ ആ ഡോക്ടർ പറയാണ് നിങ്ങൾക്കൊരു സർജറി വേണം നട്ടലിന്, സ്പൈനൽ സർജറിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ആ സ്പൈനൽ സർജറിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കും, ധാരാളം ഡോക്ടേഴ്സും അവിടെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതായത് ഒരു രോഗത്തിന് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് കീഴിൽ തന്നെ പല 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 സബ് ഡിവിഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, പല പല ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. അപ്പോ ഓർത്തോയുമായി ബന്ധപ്പെട്ട് ബോൺ റീപ്ലേസ്മെന്റിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, സ്പൈനൽ സർജറിക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ എന്താണ് പല പല ഡിപ്പാർട്ട്മെന്റ് ഒരെണ്ണത്തിന്റെ കീഴിൽ വരും. അപ്പൊ ഇതാണെന്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു, മൾട്ടി സ്പെഷ്യാലിറ്റി പറഞ്ഞു, സൂപ്പർ സ്പെഷ്യാലിറ്റി പറഞ്ഞു, സിംഗിൾ സ്പെഷ്യാലിറ്റി പറഞ്ഞു. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ എന്ത് ചെയ്യുക, നോട്ട് നിങ്ങൾ തന്നെ റെഡിയാക്കി കൊണ്ടുവരിക. ഓക്കെ ആണോ? കൊണ്ടുവരാൻ ഓക്കെ. പറഞ്ഞ കാര്യമുണ്ടല്ലോ, ബോൺ റീപ്ലേസ്മെന്റ്, സ്പൈനൽ സർജറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിന്റെയും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നത്, ഇവിടെ അതായത് ഒരു കാർഡിയാക് ഹോസ്പിറ്റലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ അവിടെ എന്തായാലും കാത്ത് ലാബ് ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ കാർഡിയാക് ഐസിയുവും അവിടെ അവൈലബിൾ ആയിരിക്കുള്ളൂ. പിന്നെ നമ്മൾ ഒരു ഓങ്കോ ഹോസ്പിറ്റലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായാലും എന്തുണ്ടാവും, റേഡിയേഷൻ തെറാപ്പി യൂണിറ്റും അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിൽ പറയാം. ഓക്കെ, അല്ല മാം, ഇത് എക്സാമിന് ഉണ്ടാവുമോ? ഈ ഭാഗം ഈ എടുത്ത ഭാഗങ്ങൾ എക്സാമിന് ഉണ്ടാവുമോ? നിങ്ങൾക്ക് ഈ ഒരു PDF-ലുള്ള കാര്യങ്ങൾ തന്നെയാണ് എക്സാമിന് വരുന്നത്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ്, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോകുന്നവരല്ലേ, എന്താണെന്ന് അറിയണ്ടേ. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി, സിംഗിൾ സ്പെഷ്യാലിറ്റി ഒക്കെ പറഞ്ഞില്ലേ? മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. എക്സാമിന് ഉണ്ടാവുമെന്നാ ചോദിച്ചു. ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാലും കൂടുതലും ഇതിനകത്ത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, മഴ പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഒന്നും കൂടെ മനസ്സിലാവുന്നില്ല പറയുന്നത്. എന്താ മഴയുണ്ട് മേഡം, ക്ലിയർ മഴയുള്ളതുകൊണ്ടാണ് റംസിയെ മനസ്സിലാവാത്തെ, ക്ലിയർ ആവാത്തെ. നെക്സ്റ്റ് ഓണർഷിപ്പ് ആരാ വായിക്കാം? ഓണർഷിപ്പ് മുഫീദ. മുഫീദ, അഞ്ജന, ആരെങ്കിലും ഒരാൾ വായിക്കട്ടോ? അതേ പറയാ. ഷൈന, ഷമിത്, ഷൈന, ആരും റെഡി അല്ലേ വായിക്കാനായിട്ട്? അഞ്ജന വായിക്കുമെന്ന്? വായിക്കാം മാം. ഓക്കെ, വായിച്ചോളൂ.
On the basis of ownership, a hospital can be classified as follows. First one, public hospital. Hospital owned by government. Central government hospital. Hospital managed by central government such as AIIMS, PGIS, etc. State government hospital. Those managed by state government such as district hospital. Municipal hospital. Those managed by district administration. PSU hospital. Those managed by specific PSU like Railway, Coal India Limited, etc. Second one, private hospitals. Hospital owned by private individual organization. For profit private hospitals, hospitals that have the business purpose. Individual partnership, hospitals that are owned by individual or in partnership. Corporate hospitals, hospitals owned by private company. Not for profit hospitals, hospital owned by NGO, charitable organization that do not have a business purpose connected with it. ഓക്കെ ഓക്കെ, എന്താ മനസ്സിലായത്? പബ്ലിക് ഹോസ്പിറ്റൽ എന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? എങ്ങനെയാ മനസ്സിലായത്? ഐഷത്തുൽ ഫൈറൂസ വായിച്ചിട്ട്. ഓണർഷിപ്പിന്റെ ബേസിസിൽ രണ്ട് ടൈപ്പ് ആയിട്ടുണ്ട്. പബ്ലിക്കിന്റെ ഗവൺമെന്റിന്റെ അല്ലാതെ പുറത്തു നിന്നുള്ളത് പബ്ലിക്കിന്റെയിലും അതേപോലെ ഗവൺമെന്റിന്റെ ബേസിസിലും. അത് ഏതൊക്കെയാണെന്ന് വേറെ വേറെ പറയുന്നു. ഓക്കെ ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. മ്യൂട്ട് ചെയ്ത് വെക്കാം. അപ്പോ നമുക്കറിയാം അല്ലെ, അതായത് ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എനിക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ എന്താണ്, അത് എന്റെ ഹോസ്പിറ്റലാണ് അല്ലെ, എന്റെ ഹോസ്പിറ്റലിന്റെ പേരിലാണ്, എന്റെ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുക. അപ്പോ ആ ഒരു ഉടമസ്ഥാവകാശത്തിന്റെ പേരിൽ ഹോസ്പിറ്റലിനെ നമുക്ക് തരം തിരിക്കാം. അതിനകത്ത് ആദ്യത്തേതാണ് പബ്ലിക് ഹോസ്പിറ്റൽ, രണ്ടാമത്തേതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം പബ്ലിക് ഹോസ്പിറ്റൽ എന്താണ് നോക്കാം. ഹോസ്പിറ്റൽ ഓൺഡ് ബൈ ഗവൺമെന്റ്, അതായത് ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ആശുപത്രികളെയാണ് നമ്മൾ പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ആണ് ഹോസ്പിറ്റൽ ഭരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾക്ക് എന്ത് പറയാം? പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയാം. അപ്പോ പബ്ലിക് ഹോസ്പിറ്റലിനെ തന്നെ വീണ്ടും 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലിനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അതായത് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളാണ് എന്ത്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അതിന് എക്സാമ്പിൾ വരുന്നത് എയിംസ് വരുന്നുണ്ട്, PGIs വരുന്നുണ്ട്. എയിംസ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേട്ടോ. അതാണ് എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇനി PGIs എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇവിടേക്ക് എന്താണ് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എന്താണ് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് PGIs. അപ്പോ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളാണ് എന്ത്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ്. ദോസ് മാനേജ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിന് മാനേജ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള സർക്കാർ ഉണ്ടല്ലോ, സംസ്ഥാന സർക്കാരാണ് ആരെ മാനേജ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓക്കെ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പോ മാനേജ് ചെയ്യുന്നത് ആരാണ്? അത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. അവരുടെ നിയന്ത്രണത്തിലാണ് എന്ത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇപ്പോ ജില്ലാ ആശുപത്രികൾ എന്തിന് ഉദാഹരണമാണ്? സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ആശുപത്രികളാണ് എന്ത്? ജില്ലാ ആശുപത്രികൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി മുനിസിപ്പൽ ഹോസ്പിറ്റൽ, അത് നമ്മുടെ
ജില്ലാ ഭരണ സ്ഥിരാ കേന്ദ്രമാണ് എന്ത് ചെയ്യുന്നത്, മുനിസിപ്പൽ ഹോസ്പിറ്റൽസിന് ഓൺ ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇപ്പോ മുനിസിപ്പാലിറ്റിയിലുള്ള ഇപ്പൊ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിലുള്ള ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിന്റെ കീഴിലാണ് വരുന്നത്? ഇതൊക്കെ ജില്ലാ ഭരണത്തിന് കീഴിലാണ് വരുന്നത്. നമ്മുടെ ജില്ലാ കളക്ടർ അധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടറേറ്റ് ഉണ്ടല്ലോ, അതിന്റെ കീഴിലാണ് എന്ത് വരുന്നത്, ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ഫംഗ്ഷനിങ് പോകുന്നത്. അവിടെ നിന്നാണ് എന്ത് കൊടുക്കുന്നത്, ജില്ലാ കളക്ടറേറ്റിൽ നിന്നാണ് എന്ത് കൊടുക്കുന്നത്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ PSU ഹോസ്പിറ്റൽ, those managed by specific PSU like the Railway, Coal India Limited. പബ്ലിക് സെക്ടർ യൂണിറ്റ് എന്നാണ് PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. പബ്ലിക് സെക്ടർ യൂണിറ്റ്. ഓക്കെ, അതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. പബ്ലിക് സെക്ടർ യൂണിറ്റ് ഞാൻ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. PGIയുടെ ഒന്ന് പറയാമോ? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഇപ്പോ റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോൾ ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ എന്താണ് ഹോസ്പിറ്റൽസ് ഇല്ലേ, അതുപോലെ തന്നെയുള്ള ഹോസ്പിറ്റലാണിത് ഈ ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്താണ്, ഒന്നില്ലെങ്കിൽ ഒരു വ്യക്തിയാകാം ഓണർ ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആകാം. അതിനകത്ത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെയും എന്ത് ചെയ്യുന്നുണ്ട്, 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യം വരുന്നത് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അതായത് ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് ആണെന്ത്, പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അവർക്ക് ലാഭം മാത്രമാണ് ലക്ഷ്യം. ആളുകളിൽ നിന്ന് കുറെ പൈസ വാങ്ങുക, ട്രീറ്റ്മെന്റ് കൊടുക്കുക, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യമായിട്ട് വരുന്നത് കേട്ടോ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാല് ഇൻഡിവിജ്വൽസ് പാർട്ട്ണർഷിപ്പ്. ചില ആളുകൾ എന്ത് ചെയ്യും, 2-3 പേരായിട്ട് ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഹോസ്പിറ്റൽസ് തുടങ്ങും. ഓക്കെ, ഷെയറിലാണ് പ്രവർത്തിക്കുന്നത്. ലാഭമായാലും നഷ്ടമായാലും ഷെയർ അവര് ചെയ്യും. ഓക്കെ, അതാണ് എന്ത്, ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ആണ്. അവിടെ പറയുന്നുണ്ട് ഒരു പ്രൈവറ്റ് കമ്പനി ഓണർ ആയിരിക്കുന്ന ഹോസ്പിറ്റൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാറ്റ ഹോസ്പിറ്റൽ, ടാറ്റയുടെ ഹോസ്പിറ്റൽ. ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലാണത് ഈ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്, അതായത് ചില സംഘടനകൾ എന്ത് ചെയ്യും, ചില സംഘടനകള് സർവീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചില ഹോസ്പിറ്റൽസ് രൂപവൽക്കരിക്കും. മീൻസ് അവർക്ക് തുച്ഛമായിട്ടുള്ള വരുമാനമായിരിക്കും അതിൽ നിന്ന് ഉണ്ടാവുക. ഇവര് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആളുകൾക്ക് ട്രീറ്റ്മെന്റ് ആണ്, ആളുകളോടുള്ള സേവനത്തിനാണ് കൂടുതലായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. ഓക്കെ, ഇതാണ് ഹോസ്പിറ്റൽ. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ പബ്ലിക് ഹോസ്പിറ്റലിനെ നമ്മൾ 4 രീതിയിൽ പറഞ്ഞു, പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ നമ്മൾ 4 രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി, അധികം ടഫ് ഒന്നുമില്ല, നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് ഞാൻ ഇവിടം വരെ എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? എനിക്കൊരു ചെറിയൊരു നോട്ട് തരാനുണ്ട് നിങ്ങൾക്ക് കേട്ടോ. മിസ്സിംഗ് NGOയുടെ ഫുൾ ഫോം പറയുമോ? NGO means non-governmental organization. NGO. കേട്ടില്ല. Non-government organization. Non-governmental organization. നിങ്ങൾ ടൈപ്പ് ചെയ്തിടാതെ ഇടാവേ. ഓക്കെ, ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനൊരു എക്സാമ്പിൾ പറയുമോ? ഈ ആൽഫ, ഈ ജെറിയാട്രിക് കെയർ കൊടുക്കുന്ന ആൽഫ, അവരൊക്കെ വരുമോ അതില്? പാലിയേറ്റീവ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽസിനെയാണ് കേട്ടോ നമ്മൾ ഇത് കൊടുക്കുന്നത്. അവർക്ക് ഹോസ്പിറ്റലായിട്ട് അവർക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല.
അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ ചിലത് ഉണ്ടാവുള്ളൂ, ചാരിറ്റബിൾ ഇതുപോലെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണല്ലോ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഹോസ്പിറ്റൽ എന്താണെന്ന് അറിയണ്ടേ? എന്താണ്, അതായത് ഹോസ്പിറ്റൽ എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു വേർഡില് ഓരോ ലെറ്ററിനും എന്തുണ്ട്? ഓരോ മീനിങ് ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ? അറിയാമോ? ഇല്ല. ഹോസ്പസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഹോസ്പിറ്റൽ എന്ന വേർഡ് ഉണ്ടായത്. അതറിയാം അല്ലെ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, നോട്ട് എടുക്കുക, എന്നിട്ട് ഹോസ്പിറ്റലിന് താഴേക്ക് എഴുതുക. ഓക്കെ, ഞാൻ ഓരോ ലെറ്ററിന്റെയും മീനിങ് ആണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ H4 എന്താണെന്ന് പറയും, O4 എന്താണെന്ന് പറയും, അങ്ങനെ. അപ്പൊ അത് എഴുതാനുള്ള ഒരു സ്പേസ് ഇടാം. ഹോസ്പിറ്റലിൽ നിന്ന് എഴുതാം കേട്ടോ, താഴേക്ക്. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ഇടാവേ, ചിലർക്ക് ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ് ടൈപ്പ് ചെയ്ത് തരുന്നേ. അപ്പൊ പറയട്ടെ എന്നാ? ഓക്കെ, H4 healing. H4 healing. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സുഖപ്പെടുത്തുക. ഓക്കെ, ഇനി O for observation. O for observation means നിരീക്ഷിക്കുക. S for supervision. മേൽനോട്ടം വഹിക്കുക. P for persuasion. ടൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പെർസ്വേഷൻ, ഉപദേശിക്കുക. I for investigation. അന്വേഷിക്കുക. T for treatment കേട്ടോ. T for treatment, ചികിത്സിക്കുക. A for assurance, ഉറപ്പു നൽകുക. ഓക്കെ, ഇത്രയും വരെ എഴുതിയോ? അപ്പൊ എല്ലാം എന്തായിരിക്കും ലാസ്റ്റത്തെ? ഇല്ല എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇല്ല ലോയൽ, ലഷർ ആണ് കേട്ടോ. ലഷർ, വിശ്രമാവസ്ഥ. ഓക്കെ, Last one meaning എന്താ മാം? എന്താ? Lesser meaning. വിശ്രമാവസ്ഥ, വിശ്രമാവസ്ഥ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അടുത്ത ക്ലാസ്സില് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ സ്പെഷ്യാലിറ്റി, സിംഗിൾ സ്പെഷ്യാലിറ്റി എഴുതണം, സൂപ്പർ സ്പെഷ്യാലിറ്റി എഴുതണം, അതുപോലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റിയും എഴുതണം കേട്ടോ. ഒരു 2 ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. Dash is the first contact between village community
village community, and the medical officer. Between village community and the medical officer. മാം അതിന്റെ എന്താണ് ആൻസർ വരിക? CHSC. PHSC. പി ആണ് കേട്ടോ. വില്ലേജ് കമ്മ്യൂണിറ്റിയും അതുപോലെ മെഡിക്കൽ ഓഫീസറും തമ്മിലുള്ള കോൺടാക്ട് വരുന്നത് PHCയിൽ വെച്ചിട്ടാണ്. ഓക്കെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ OPD, അതായത് ഡോക്ടർമാരൊക്കെ നമ്മൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ തരുമല്ലോ, അവര് OP-യിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവരുടെ വർക്കിംഗ് അവർ എത്രയാ? OP ടൈം എത്രയാ? എത്ര അവർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക? ഡോക്ടർമാർ OP ടൈമോ? അത് ഓരോ ഹോസ്പിറ്റലിലും വേറെ വേറെ സമയം. 6 ആണ് കേട്ടോ. 6 മിനിമം OP ടൈം എന്ന് പറയുന്നത് 6 ആണ്. 6 hours ആണ് കേട്ടോ. ഓക്കെ. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മൈൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഞാൻ പറഞ്ഞ കാര്യം എഴുതിയിട്ട് വരിക കേട്ടോ. Thursday. ഓക്കെ മാം, താങ്ക് യു. Okay. Thank you. Thank you, ma'am. Okay, Thank you, ma'am. Thank you. thank you, ma'am. Thank you. Okay. Thank you. Thank you, ma'am. ഇതുപോലെ നീ എപ്പോഴും സ്ട്രോങ് നീ റിലേഷൻഷിപ്പിലാ, അത് തെറ്റല്ലേ?